Hi dear friends, welcome to today's video. വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഞാൻ ഇപ്പോൾ ഡയറ്റിലൊന്നും അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതൊരു കംപ്ലീറ്റ്ലി ഒരു ഡയറ്റ് വീഡിയോ ഒന്നുമല്ല. പക്ഷേ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ചെറുതായിട്ടൊന്ന് ഹെൽത്തി ആയിട്ടൊക്കെ കഴിച്ച് തുടങ്ങണം എന്നുള്ളൊരു ചിന്തയൊക്കെ വന്ന സമയമാണ്. ഒരുപാട് പേര് വെയിറ്റ് ലോസ് വീഡിയോസ് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഇടുന്നൊരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ പ്രസൻ്റ്ലി ഡയറ്റിലല്ല, അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റ് കൂടിയിട്ടുണ്ട് എനിക്ക്. കാരണം ഞാനൊരു ഡയറ്റും ചെയ്തിട്ടില്ല, ഹെൽത്തി ആയിട്ടുള്ള ഈറ്റിംഗ് ഹാബിറ്റ്സ് അല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടിയുള്ളൊരു അഡ്വൈസും കൂടിയാണ് എനിക്കുൾപ്പെടെ. ഇതാണ് അതിൻ്റെ റിസൾട്ട്. ഞാൻ ഭയങ്കരമായിട്ട് ഓവർ ഈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര സ്ട്രെസ്സിൽ, ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് ഞാൻ സമയത്ത് കഴിച്ചിട്ടില്ല, ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടില്ല, തൈറോക്സിൻ ലെവലൊന്നും ചെക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഒരുപാട് നാളുകൾക്ക് ശേഷം മോണിറ്റർ ചെയ്തപ്പോഴത്തേക്കും എല്ലാം കൈവിട്ട് പോയായിരുന്നു. വൈറ്റമിൻ ഡിയുടെ ലെവൽ ഭയങ്കര ലോ ആയിപ്പോയി. ഇത് എല്ലാം കൂടി കമ്പൈൻ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് നന്നായിട്ട് വെയിറ്റ് കൂടി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിറ്റ് കൂടി. ഇപ്പം പിന്നെ എന്താണ്, നമുക്ക് ഒരു തോന്നലുണ്ടാവില്ല എന്തായാലും വെയിറ്റ് കൂടിയെന്നാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ളതെല്ലാം കഴിച്ചിട്ട് പിന്നെ എങ്ങാനും ഡയറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ആ ഒരു ചിന്തയിലാണ് അറ്റ് പ്രസൻറ്റിൽ ഞാനുള്ളത്. എന്നാലും ഇപ്പോൾ ചെറുതായിട്ട്, വളരെ ചെറുതായിട്ടൊന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഒരുപാട് എന്നെ ഇങ്ങനെ സ്ട്രെസ്സിലാക്കാൻ താല്പര്യപ്പെടുന്നില്ല ഇപ്പം തന്നെ ഡയറ്റ് ചെയ്യണമെന്നും പറഞ്ഞു. കാരണം അതെനിക്ക് ഒട്ടും പറ്റത്തില്ല. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ നല്ലൊരു ഫുഡിയാണ്. അപ്പോൾ ഫുഡിനെ ഭയങ്കര കൺട്രോൾ ചെയ്യാനായിട്ട് ആ ഒരു പറ്റും അത്. പക്ഷേ ആ ഒരു മെൻ്റൽ സ്റ്റേറ്റിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഒരുപാട് നാളുകൾ എടുക്കും. അപ്പോൾ ഇപ്പോൾ ഒരുപാട് പേരെന്നോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, എനിക്ക് മെസ്സേജായിട്ടും മെയിലായിട്ടും ഒക്കെ ചോദിക്കുന്നുണ്ട് ഡയറ്റ് വീഡിയോസ് ചെയ്യാവോ എന്ന്. അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ആദ്യം കഴിക്കുന്ന സാധനം മിൽക്കിൻ്റെ അകത്ത്, അതായത് ഒരു 1/4 കപ്പ് മിൽക്കിൻ്റെ അകത്ത് കുറച്ച് ഓട്സ് പൊടിച്ചതും 1 ടേബിൾ സ്പൂൺ ചിയാ സീഡും, രണ്ടും ഒരേ അളവാട്ടോ. 1 ടേബിൾ സ്പൂൺ ഓട്സ് പൊടിച്ചതും 1 ടേബിൾ സ്പൂൺ ചിയാ സീഡും കൂടി സോക്ക് ചെയ്യാനായിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഒരുപാട് നാളുകളായിട്ട് ഇഷ്ടമുള്ള ഫുഡ് മാത്രം കഴിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് എനിക്ക് രാവിലെ ഇതുപോലത്തെ ഫുഡുകൾ, അതായത് കുറച്ച് സ്വീറ്റായിട്ടുള്ളതോ അല്ലെങ്കിൽ എരിവോ പുളിയോ ഒന്നും ഇല്ലാത്ത അങ്ങനത്തെ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഈ സ്മൂത്തിയൊക്കെ പോലത്തെ ടൈപ്പ് ഒരു ഐറ്റം ഞാൻ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഒരു ആപ്പിളാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ആപ്പിളിന് പകരം നിങ്ങൾക്ക് ബനാനയോ അല്ലെങ്കിൽ അവക്കാഡോസൊക്കെ എടുക്കാം. കൂടത്തിൽ നട്ട്സൊക്കെ യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ചെറിയ ആപ്പിളാണ് കേട്ടോ, നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് വലിപ്പം തോന്നുന്നുണ്ടാവും, പക്ഷേ ചെറിയൊരു ആപ്പിളാണ്. അപ്പോൾ അത് കൂടി കട്ട് ചെയ്തിട്ടിട്ടു. അത് കട്ട് ചെയ്തിട്ടതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മളതൊരു സ്മൂത്തി ആക്കുമ്പോഴത്തേക്കും ഫ്രൂട്ടെല്ലാം നല്ലപോലെ അങ്ങ് അരഞ്ഞു പോകുമല്ലോ. അപ്പം അതിലെ ഫൈബർ കുറച്ചുകൂടി നഷ്ടമാകും. അപ്പം അതിനേക്കാളും നല്ലത് കട്ട് ചെയ്തിടുന്നതാണെന്നുള്ളൊരു തോന്നലും, പിന്നെ രണ്ടാമത്തെ കാര്യം മിക്സിയൊക്കെ എടുത്തിട്ട് അരയ്ക്കാനായിട്ടുള്ള മടിയും കാരണമാണ്. പക്ഷേ സ്മൂത്തി ഇഷ്ടമുള്ള ആളുകൾക്ക് ഇതൊരു സ്മൂത്തി ആയിട്ട് കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്കപ്പം അങ്ങ് തോന്നിയില്ല, അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് കൂടുതൽ ഫ്രൂട്ട്സ് ഒന്നും വേറെ, അതായത് കുറേ മിക്സ്ഡ് ഫ്രൂട്ട്സ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമ്മൾ ആപ്പിളോ അല്ലെങ്കിൽ ബനാനയോ അങ്ങനെ എന്തെങ്കിലും അധികം കാലറീസ്, അധികം ഷുഗറൊന്നും ഇല്ലാത്തത് ഇടുന്നതായിരിക്കും നല്ലത്. അപ്പം ഞാനിതിൽ ഹണി ഷുഗറൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷേ ഞാനിത് കഴിച്ചിട്ട് കുറച്ച് ദിവസമല്ല, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്കൊരു തൃപ്തിയില്ല. എനിക്ക് വയറ് നിറയാത്ത പോലെയോ എന്തൊക്കെയൊക്കെയോ തോന്നിയിട്ട് ഞാൻ പിന്നെ ഒരു 2 ദോശയും കൂടി ഉണ്ടാക്കി കഴിക്കുകയാണ്. അപ്പം നമ്മൾ സ്മൂത്തി കഴിച്ചതും ദോശ കഴിച്ചതും രണ്ടും കൂടി ആകുമ്പോഴത്തേക്കും വലിയൊരു എമൗണ്ട് ആകും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ സ്മൂത്തി കഴിച്ചതുകൊണ്ട് എനിക്ക് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റി, ഞാനിപ്പോൾ തന്നെ ആ ഒരു ടൈപ്പ് ഫുഡ് ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അതിലും നല്ലത് പോർഷൻ കൺട്രോൾ ചെയ്ത് സാധാരണയായിട്ടുള്ള ഫുഡ് തന്നെ ട്രൈ ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട് ഒരു ക്രേവിങ് എന്നെ ഹെൽപ്പ് ചെയ്തു എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇത് ഒത്തിരി കനമുള്ള ദോശയല്ല, കനം തീരെ കുറച്ചിട്ട് തക്കാളിയും നമ്മുടെ ഒരു കടലയുണ്ടല്ലോ ചട്നിയൊക്കെ ഉണ്ടാക്കുന്ന കടലയും കൂടി കൂട്ടി അരച്ചിട്ടുള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് ചായയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ രാവിലെ ഞാൻ വിചാരിച്ചു ഞാൻ ചായ കുടിക്കുന്നില്ല, അതുകൊണ്ട് മധുരമില്ലാത്ത
ഒരു കട്ടൻ ചായയായിരുന്നു കുടിച്ചത്. പക്ഷേ അതും വീണ്ടും എനിക്ക് തന്നെ മനസ്സിലാക്കി തന്നു. അതും എനിക്ക് ഇന്നിപ്പം പറ്റുന്ന കാര്യമല്ല. ഞാനതുകൊണ്ട് ചായ കുറച്ച് മധുരമൊക്കെ ഇട്ട്, ഒരുപാട് മധുരമില്ല, ചെറിയ മധുരം ഇട്ടിട്ടുള്ളൊരു ചായയാണ്. അപ്പം ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം കൂടി ഒരുമിച്ച് സ്റ്റോപ്പ് ചെയ്യുന്നതുകൊണ്ട് നമ്മളത് ഇരട്ടിയായിട്ട് കഴിക്കാനേ ഇതുള്ളത് കൊണ്ട് പതുക്കെ സ്ലോ ആയിട്ട് ഒരു ഡയറ്റിലേക്ക് വരുന്നതാണ് നല്ലതെന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങും കൂടി അവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് കഴിച്ചത് ചോറാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ ചോറിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ ശരിക്കും പറഞ്ഞാൽ മറന്നുപോയി. കഴിച്ച് കഴിഞ്ഞിട്ട് ആണ് ഓർക്കുന്നത്. കഴിച്ച് കഴിഞ്ഞിട്ട് അന്നേരം ഓർത്തില്ല, കുറേ സമയം കഴിഞ്ഞിട്ടാണ് ഓർക്കുന്നത്. പിന്നെ വീണ്ടും പ്ലേറ്റിലൊക്കെ എടുത്ത് കറിയും ചോറൊക്കെ ഇരിപ്പുണ്ടായിരുന്ന പ്ലേറ്റിലൊക്കെ എടുത്ത് വെക്കാനുള്ളൊരു മടി കാരണം ഇതിന് മുമ്പത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. പക്ഷേ കറി സെയിം ആയിരുന്നു. ചോറും മോരുകറിയും പയർ, ഇത് നമ്മുടെ എന്താ ഓലൻ എന്ന് പറയുന്ന കറി ഇതിൽ കിടക്കുന്നത്. പക്ഷേ എനിക്ക് പയർ തോരനായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഡയറ്റിലൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ എമൗണ്ട് ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പോൾ ഈ പ്ലേറ്റിൽ കാണുന്നതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ എമൗണ്ട് കഴിച്ചെങ്കിലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഡയറ്റിലായിട്ട് വരുമ്പോഴത്തേക്കും ഇത്രയും ചോറെടുക്കാതെ മീൻകറിയുടെ അളവും ഒന്ന് കൂട്ടി, പയറിൻ്റെ അളവും കൂട്ടി, ഒരു വെജിറ്റബിൾ ഏതെങ്കിലും ഒരു തോരനും കൂടിയൊക്കെ കൂട്ടി കഴിക്കുന്നതാണ് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് പ്ലേറ്റ്. നമ്മൾ ഒരുപാട് താമസിക്കാതെ ഫുഡ് പ്ലേറ്റുകളൊക്കെ അതിലേക്ക് വരുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ ചോറൊക്കെ കഴിച്ച് വയർ നിറഞ്ഞ് അധികമായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ വിൻ്റർ ആണെങ്കിലും ഒന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. സവണിയും ലയമൗനം സ്വരങ്ങൾ ചാർത്തുമ്പോൾ വീണയായി മണിവീ. നല്ല തണുപ്പത്തൊരു നടപ്പൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ വിശന്നു. അപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ സാധാരണ മുളകും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി മസാല, ഗരം മസാല ഇതെല്ലാം കൂടി അരച്ചിട്ട് കുറച്ച് തൈരും ചേർത്ത് ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫുൾ ചിക്കൻ ഇങ്ങനെ ഗ്രില്ല് ചെയ്തെടുത്താണ്. ഒരു എയർ ഫ്രയർ ഉള്ളത് നല്ലതാണ് കേട്ടോ. പ്രൊമോഷനൊന്നുമല്ല, പക്ഷേ പേഴ്സണലി എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മുടെ വർക്ക് ജോലി ഒരുപാട് എളുപ്പമാണ്. ഒരു ടേബിൾ സ്പൂൺ ഓയിൽ അതിൻ്റെ അകത്ത് ഫുൾ ഒരു ചിക്കന് വേണ്ടിയിട്ട്, മേ ബി ഒരു 1.5 കിലോയ്ക്കുള്ളൊരു ചിക്കനാണെന്ന് തോന്നുന്നു. ക്ലീൻ ചെയ്തതിന് ശേഷം അത്രയുള്ളൊരു ചിക്കനിലേക്ക് അത്രയും ഓയിൽ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അത്യാവശ്യം നല്ല രീതിയിൽ ക്രിസ്പി ആയിട്ടൊക്കെ ഫ്രൈ ചെയ്ത് കിട്ടും. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വെജിറ്റബിൾസും കൂടി കൂട്ടിയാണ് അന്ന് കഴിച്ചത്. അപ്പോൾ ഈ വൈകിട്ടത്തെ ഒരു ഫുഡ് മാത്രമേ ഉള്ളൂ നമുക്കൊരു ഡയറ്റ് ഫുഡ് അല്ലെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ട് ഉണ്ടായിരുന്നതെന്ന് പറയാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളതൊന്നും ഹെൽത്തി അല്ലായിരുന്നു എന്നല്ല, ബട്ട് സ്റ്റിൽ അതൊരു ഡയറ്റ് ഫുഡൊന്നും അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഫുഡ് കഴിച്ച് നിർത്തുന്നത് ഒരു 8 മണിക്ക് മുന്നേ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് മാത്രമാണ് ഇന്നത്തെ ഒരു പ്ലസ് ആയിട്ട് കാണുന്നത്. ഒരു എയർലി ഫുഡ് കഴിച്ചു.